തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഞാനതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്തോളാം. വരട്ടെ. സുജാതേ, അവിടെ വക്കീലിന്റെ മുമ്പിൽ കുറെ സമയം ഇരിക്കേണ്ടി വന്നു. താമസിക്കും തോറും ഞാൻ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പൊ പേടിക്കണ്ടോ, എന്തായാലും ഇപ്പൊ സമാധാനായി. ഉണ്ട ചോറിന് കൂറ് കാണിച്ചു. അല്ല, തനുജ വിളിക്കുവല്ലോ ചെയ്തോ? അവള് മുകളിലുണ്ട്. ഏട്ടൻ പോയി കുറെ കഴിഞ്ഞപ്പോ ആ ദേവിക മോള് വന്നു എനിക്ക് കൂട്ടായിട്ട്. തനൂജ എന്തെങ്കിലും അക്രമം കാണിക്കുമെന്ന് പേടിച്ചിട്ടാ ദേവിക മോള് വന്നത്. പക്ഷേ കൃത്യസമയത്ത് അവളും വന്നു. എന്നിട്ട് എന്താന്ന് ഞാൻ പറയാം. വക്കീലിന് മൊഴി കൊടുത്തു അല്ലേ? അല്ലെങ്കിൽ പിന്നെ മനുഷ്യനായി നടന്നിട്ട് എന്താ കാര്യം മോളെ? ഇല്ല, ഇനി നിങ്ങൾ മനുഷ്യനായി നടക്കില്ല. എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. കൊല്ലുമെന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ അതായിക്കോ മോളെ. എന്തായാലും അവസാനിക്കണം. അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. പിന്നെ അത് നിന്റെ കൈ കൊണ്ടാണെങ്കിൽ കൂടുതൽ സന്തോഷം. ആ, ഞങ്ങൾ ഒരുപാട് കാലം ലാളിച്ച കൈകളല്ലേ, അതുകൊണ്ട് തന്നെ വേദന തോന്നില്ല. വലിയ സാഹിത്യമൊന്നും പറയണ്ട. ആദ്യമേ കയറി കൊന്നാലും സാരമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊല്ലില്ലാന്ന് കരുതിയോ? കൊല്ലും. പരമേശ്വരൻ തീരുന്നത് ത്യാഗരാജന്റെ കൈകൊണ്ടാ. ത്യാഗരാജന്റെ കൈകൊണ്ട് ഞാൻ തീരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ അവന്റെ കൈകൊണ്ട് നീ തീരും, അതുറപ്പാ. എന്താ പറഞ്ഞേ? അത് സംഭവിക്കും മോളെ, നോക്കിക്കോ. പണിയായോ? പണി വന്നാലും കൈകാര്യം ചെയ്യാൻ അറിയാം. അല്ല, വലിയ പണിയൊക്കെ വന്ന കൈ നിൽക്കത്തില്ലേ? അങ്ങനെയുള്ളപ്പോ പണി വന്നിടത്തേക്ക് തന്നെ തിരിച്ചുവിടും. അല്ല, ഈ തലയുടെ പ്രശ്നമൊക്കെ തീർന്നോ? എന്താ? തലയ്ക്കെന്തോ പണി കിട്ടിയിരുന്നില്ലേ? മുറിവ് പറ്റിയെന്നോ തല്ല് കിട്ടിയെന്നോ? അല്ല, അങ്ങനെ ഒരു കരക്കമ്പി കേട്ടു, നേരാണോ? ഇവനാള് കൊള്ളാലോ. ത്യാഗരാജൻ എങ്ങനെ ഇതൊക്കെ മണം പിടിച്ചെടുത്തേ? ഇതൊക്കെ ആലോചിച്ച് അതിശയിക്കായിരുന്നല്ലേ? മണം പിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജന്തു ഉണ്ടല്ലോ, ചില മനുഷ്യരെ ലെവലിൽ വരും, അവർക്കിതൊക്കെ സാധിക്കും. അതിലതിശയിക്കാനൊന്നുമില്ല. നീ
പട്ടീന്ന് നൈസായിട്ടങ്ങ് എന്നെ വിളിച്ചല്ലേ? അത് പിന്നെ ആ പേര് തന്നെ പറഞ്ഞ ആ ജന്തുക്കൾ എനിക്കെതിരെ കേസ് കൊടുത്താലോ? അതുകൊണ്ടാ ഇങ്ങനെ വളച്ചു കെട്ടിയത്. എന്തായാലും സൂക്ഷിച്ചു നടന്നോ, ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറ്റിയതുപോലെ പരിക്കുകൾ ഇനിയും പറ്റും. ചില സൂചനകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ വലിയ പരിക്കൊന്നുമില്ലാതെ ജീവിച്ചങ്ങ് പോവാം. അപ്പൊ എന്നെ തല്ലിയതിന് പിറകിൽ ഇവനാണ്. ഈ കുറ്റവാളികളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതും ഒരു കുറ്റകൃത്യമാണ്. അതിനും ഇതുപോലെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടും. പുറത്തിറങ്ങിയ തല്ലും തൊഴിയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? വല്ലവർക്കും വേണ്ടി എന്തിനാ ഈ തല്ലുകൊള്ളുന്നേ? നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. ബുദ്ധിപൂർവ്വം ചിന്തിക്കേ. ആ വീട്ടിൽ പറ്റിക്കൂടി വന്നവരെ ചവിട്ടി അങ്ങ് പുറത്താക്കുന്നേ. നിന്റെ ലൈഫ് സേഫ് ആക്ക്. നിന്നെ നീ എന്താ പറഞ്ഞേ? ചന്ദ്രോത്തുകാരെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ ലൈഫ് സേഫ് ആക്കാനോ? അങ്ങനെയാണോ? അവരുടെ ലൈഫൂടെ ചേർന്നതാടാ എന്റെ ലൈഫ്. ഓഹോ. പിന്നെ ഒന്നുകൂടെ, കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ആരൊക്കെയോ ചേർന്ന് എന്നെ തല്ലി. നിന്നെ കൂട്ടത്തിൽ കണ്ടില്ല, പക്ഷേ നീയാണ് അതിന്റെ പുറകിലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കയ്യിലിരിപ്പ് മോശമായ ആരെങ്കിലുമൊക്കെ തല്ലിന്നിരിക്കും. തല്ലിയതെല്ലാം ത്യാഗരാജന്റെ മണ്ടയ്ക്ക് കൊണ്ടിടണ്ട. ത്യാഗരാജൻ തല്ലിയാലേ കൊണ്ടവന് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിലെന്റെ കൈയില്ല. അല്ലെങ്കിൽ ഇത് ഞാനാണ് ചെയ്യിച്ചെന്നങ്ങ് തെളിയിക്കേ. ഇതെന്താ ഗിരി വരാത്ത? എത്ര നേരമായി? മോളെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മയ്ക്കറിയില്ലേ, ഗിരി ഇതുവരെ വന്നിട്ടില്ല. എന്നും നീ ഇങ്ങനെ ഗിരീഷിനെ കാത്തു നിൽക്കാറുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അമ്മേ. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ലമ്മേ. എന്താ മോളെ, എന്താ കാര്യം? എന്തെങ്കിലും വിഷമമുണ്ടോ? അമ്മയോട് പറ. എന്താ അമ്മേ? അല്ല, രജനി ഗിരീഷിനെ കാത്തു നിൽക്കുന്നു. എന്തോ ടെൻഷനുള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മേ, ഗിരീഷേട്ടനെ കാണാത്തതിന്റെ ടെൻഷനാവും. അതിനെന്തിനാ ഇവളിങ്ങനെ ടെൻഷനാവുന്നത്? അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തിനാ രജനി ഇങ്ങനെ ചൂടാവുന്നേ? അമ്മ വന്നേ. അല്ല മോളെ, വാ അമ്മേ. രജനീച്ചി ഗിരീഷേട്ടനുമായിട്ട് എന്തെങ്കിലും തർക്കത്തിലായിരിക്കും. അത് അവര് തന്നെ തീർക്കട്ടെ. അമ്മ വാ.
ആന്റി, ഞാനിതാ ആന്റിയുടെയും ത്യാഗരാജൻ ചേട്ടന്റെയും മുമ്പിലെ ശപഥം പോലെ പറയാ. എന്റെ വളർത്തച്ഛൻ പരമേശ്വരനോ വളർത്തമ്മ സുജാതയോ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് അനുകൂലമായി സാക്ഷി പറയാൻ കോടതിയിൽ വരില്ല. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. ആ ഒരു ഉറപ്പോടെയാ ഞാൻ പറയുന്നത്. അവര് കോടതിയിൽ എത്തില്ല. അല്ല, നിന്റെ വാക്കിന് വില കൊടുക്കാതെ അവര് വന്നാൽ? അവര് കോടതിയിൽ എത്തില്ല എന്ന് വെച്ചാ അതിനു മുമ്പ് അവർ അവസാനിച്ചിരിക്കും. ഞാനൊരു കാര്യം ചെയ്യുന്നു പറഞ്ഞോ ചെയ്തിരിക്കും. അതവർക്ക് നന്നായിട്ട് അറിയാം. കോടതിയിൽ സാക്ഷി പറഞ്ഞ കൊല്ലൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചില്ലെങ്കിൽ കൊല്ലൂന്നറിയാം. ഞാൻ കൊല്ലും. മോളെ, അല്ല മോളെ, ഇത്രയും കാലം മോളെ വളർത്തിയവരല്ലേ, ഈ രീതിയിലൊന്നും സംസാരിക്കണ്ട. അല്ല ആന്റി, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. രാവിലെ ത്യാഗരാജൻ ചേട്ടൻ ഇത് പറയുമ്പോ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ആഗ്രഹിച്ചാ ഞാൻ നിന്നത്. ചേട്ടാ, ഈ വീട്ടിന് ക്ഷീണം വരുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സത്യം. മതി. ഇതാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ. ഈ വീറും ചൂടും ഇനി എപ്പോഴും ഉണ്ടാവണം. ഉണ്ടാവും. നേരത്തെയും ഉണ്ടായിരുന്നതാ. ഒന്ന് തണുത്തത് ഈ വീട്ടിൽ വന്നപ്പോഴാ. ബലരാമൻ സാറിനെയും ആന്റിയും കണ്ടതിനു ശേഷമാ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നത്. ആന്റി, കോടതിയിൽ നമ്മൾ ജയിക്കും. എന്റെ വീട്ടിൽ നിന്ന് ആരും അവിടെ എത്തില്ല. ഉറപ്പ്. എന്താ ആ കൃഷ്ണേട്ടാ, എന്തെങ്കിലും മാറി നിൽക്കുന്ന? ഏയ് ഒന്നുമില്ല. രജനി നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളും ആകെ മൂടൗട്ടാണല്ലോ. അതെ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ചേച്ചി, ചേച്ചി ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാനാ. ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലേ? നീ നിന്റെ പാട്ടിന് പോ ദേവികൻ. നീ എന്റെ അടുത്ത് ഒരു കാര്യവും ചോദിക്കണ്ട. ഇല്ല, ചേച്ചി നിന്നേ പറ്റൂ. ഞാൻ ചോദിക്കുന്നതിന് ചേച്ചി സമാധാനം പറഞ്ഞേ പറ്റൂ. ചേച്ചിക്ക് അറിയാം ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. മോറ് ദേവിക അങ്ങോട്ട്. ഇല്ല, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മോറാണല്ലേ പറഞ്ഞത്? മോറാൻ. ചേച്ചി ഞാനൊന്ന് ചോദിക്കട്ടെ. നീ എന്നെ ഒന്ന് വെറുതെ വിടുവോ? എന്താ ചേച്ചിയുടെ പ്രശ്നം? കാര്യം എന്താണെന്ന് തെളിച്ചു പറയാതെ ശരിയാവില്ല. എന്താ രജനി, എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാവിലെ മുതൽ തുടങ്ങിയതാ ഒരുമാതിരി ചോദ്യം ചെയ്യല്. ആദ്യം അനിയന്റെ വക, ഇപ്പതേ നാത്തൂന്റെ വക. സമാധാന സ്വസ്ഥതയൊക്കെ പോയി. എന്താ രജനി, എന്താ കാര്യം? രജനിക്ക് എന്തോ ഒരു മനപ്രയാസം വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്താന്ന് പറ. ദേവി, നീ തന്നെ പറ. കാര്യം പറ മോളെ. ഗിരീഷേട്ടാ, ഇനിയിപ്പോ ഒളിച്ചു വെക്കുന്നില്ല. സത്യത്തിൽ ഇതെല്ലാരും അറിയേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതില്
രജനീച്ചയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ. ദേവിക, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ദേവിക്ക് നന്ദൻ എവിടുന്ന് കിട്ടി ഇങ്ങനൊരു വിവരം? ഞങ്ങൾ ആരും അറിയാത്തൊരു ന്യൂസ് ഊഹിച്ചുണ്ടാക്കിയതാണോ? ചോദിക്കട്ടെ, രജനി നിങ്ങളോട് പറഞ്ഞോ നമ്മളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെന്ന്? നമ്മളോടല്ല പറഞ്ഞത്, ഗൗരിയോടാ. അല്ലെങ്കിൽ ചേച്ചി പറയട്ടെ പറഞ്ഞിട്ടില്ലാന്ന്. ഞാൻ പറഞ്ഞു. എന്താ രജനി പറയുന്നത്? ഞാൻ പറഞ്ഞു, ഗൗരിയെ വിളിച്ച് പറഞ്ഞു. അമ്മയും നന്ദനും ദേവിക ഇവിടെ താമസിക്കുന്നത് ബുദ്ധിമുട്ടാവൂന്ന് പറയേണ്ടി വന്നു. ഇവരിവിടെ താമസിക്കുന്നതിൽ നിനക്ക് എങ്ങനെ ബുദ്ധിമുട്ടാവും? നിന്നോടാരാ ഇവിടെ അഭിപ്രായം ചോദിച്ചത്? എന്റെ ഭർത്താവിന്റെ കാര്യത്തില് എനിക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റൂ. അത് എന്റെയും കൂടി കാര്യോ? നീ എന്താ രജനി ഇങ്ങനെ വാലും തുമ്പുമില്ലാതെ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ, തുറന്നു പറ. എല്ലാം വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് പറയേണ്ടതേ ഞാനല്ല, ഗിരിയാ. ഈ പരിക്കൊക്കെ എങ്ങനെ ഉണ്ടായത്? യഥാർത്ഥത്തിൽ പരിക്കുണ്ടായത് എങ്ങനെയാ? യഥാർത്ഥത്തിൽ വണ്ടി മറിഞ്ഞു പരിക്ക് പറ്റി അല്ല, ഗിരി ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചതാ. അല്ലെങ്കിൽ ഗിരി അത് പറയട്ടെ. ഗിരീഷേട്ടാ, ചേച്ചി പറയുന്നത് സത്യമാണോ? എന്താ ഗിരീഷേ കേൾക്കുന്നേ? ഈശ്വര, എന്തൊക്കെയാ ഇത്? എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കുവാ. ഗിരീഷേ, രജനി പറഞ്ഞ സത്യമാണോ? സത്യമാണോ മാഡം? എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരാക്രമണം ഉണ്ടായി, അത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞില്ലേ ഇവരെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ലാന്ന്? ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഗിരി ആക്രമിച്ചതിൽ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അമ്മയും നന്ദനും ദേവിക ഇവിടെ തുടർന്ന ഗിരിക്ക് വലിയ ആപത്തുണ്ടാവുന്നും പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മേ, നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ ഞാൻ പറഞ്ഞ, ആരോടുള്ള വിരോധം കൊണ്ടല്ല. ഗിരിയുടെ ശരീരത്തിൽ ഇനി ഒരു പോറല് പോലും ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. രജനി പറഞ്ഞു നേരാ. നമ്മൾ ഇനി ഇവിടെ നിന്നാ ഗിരീഷിനും അമ്മയ്ക്കും അത് ഭീഷണിയാ. ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നന്ദ, ദേവികെ, നമുക്ക് നാളെ തന്നെ മറ്റെങ്ങോട്ടെങ്കിലും മാറാം. എവിടെ മാറാന്ന്? ആരും ഒരിടത്തേക്ക് മാറുന്നില്ല. ഏതെങ്കിലും ബീരുക്കൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അങ്ങ് മാറുക. ഇനി പുറകെ വരാൻ ഒരുത്തൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്ക് മാറിയാലും അവിടെ അവൻ വരും. നമ്മൾ ഇവിടെ നിൽക്കുന്നു. ആദ്യം അറിയേണ്ടത് ആരാ ഇതിന്റെ പുറകിലെന്നാ. ത്യാഗരാജനായിരിക്കും തന്നെ എന്റെ ഉറച്ച വിശ്വാസം. സംശയിക്കാനില്ല, അവൻ തന്നെയാ. എന്നാലും അത് ഉറപ്പുവരുത്തണ്ടേ നന്ദു, അത് ത്യാഗരാജനാണെന്ന്. രജനി, നിന്റെ ഫോണൊന്ന് തന്നെ, ആ നമ്പർ ഒന്ന് കാണിച്ചേ. നന്ദ, നിന്റെ കയ്യിൽ ത്യാഗരാജന്റെയും തനുജയുടെ ഒക്കെ നമ്പർ ഇല്ലേ? ഇതൊന്ന് ഒത്തു നോക്കി. ത്യാഗരാജൻ. ആ, ദാ ത്യാഗരാജൻ നമ്പർ തന്നെ ഇത്. ദാ, അവനാണോന്നറിയാൻ നോക്കുമൊന്നും വേണ്ട, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ഏത് ത്യാഗരാജൻ ഭീഷണിപ്പെടുത്തിയാലും ആരും ഇവിടുന്ന് ഇറങ്ങുന്നില്ല.
തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.